ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശിവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റസാക്കിനെ ശരിക്കും വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുവാണ്. സുസ്മിത വന്ന് വിഷ്ണു മരിച്ച കാര്യമൊക്കെ സത്യാമ്മയോട് പറഞ്ഞിട്ട് അവിടെ പണി നോക്കി അങ്ങ് പോയി. പാവം സത്യാമ്മ വിങ്ങിപ്പൊട്ടി കരയുക. വിഷ്ണു പറഞ്ഞതും വിഷ്ണു ചിരിച്ചതും അങ്ങനെ ഓരോ കാര്യങ്ങളും വിഷ്ണു അവൻ്റെ നെഞ്ചത്തിൽ അമ്മ എന്ന പച്ച കുത്തി വെച്ചിരിക്കുന്നത് എല്ലാം ഇങ്ങനെ ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സത്യാമ്മയ്ക്ക്. സത്യാമ്മ അങ്ങ് ഏങ്ങലടിച്ച് കരയുക. അമ്മ എന്ന് പച്ച കൊത്തിരിക്കുന്ന നെഞ്ചിന് മേളിൽ മാത്രമല്ല, എൻ്റെ ഹൃദയത്തിലാണമ്മേ. ഈ ഹൃദയത്തിനുള്ളിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതെൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ അമ്മയാണത്. മകനെ ഓർത്ത് വിങ്ങിപ്പൊട്ടുമ്പോൾ സുസ്മിത പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. സത്യാമ്മേ, നിങ്ങളുടെ മകൻ വിഷ്ണു മരിച്ചു, അതിനെന്താ ഞാനും അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ രോഹിത് ആർക്കോ ഫോൺ ചെയ്യുവാണ്. ആ സമയത്ത് നല്ല ശ്യാമ ഒരുങ്ങിക്കെട്ടി വരുന്നുണ്ട്. അല്ല, നീ ഇതെങ്ങോട്ടാ? ഞാൻ ഹോസ്പിറ്റലിലോട്ട്. എന്താ രോഹിത്തിന് അറിയില്ലേ? എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്ന് അറിയില്ലേ? അവിടെ നിൽക്കി ശ്യാമേ. ആ ചേച്ചി ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയല്ലോ. ഇന്നാണോ നിനക്ക് ചേച്ചി ഒരു ഇഷ്ടക്കൂടൽ തോന്നിയത്? അതൊന്നും രോഹിത്തിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് എൻ്റെ ചേച്ചിയെ കാണണമെന്ന് തോന്നുന്നു, ഞാൻ പോകുന്നു. എന്നാ ശ്യാമേ, നീ പോകണ്ട. അത് പറയാൻ രോഹിത്തിന് എന്താ അവകാശം? ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. എടി, അതിനേക്കാൾ നല്ലത് കുടുംബകലഹം ഉണ്ടാക്കാനാ പോകുന്നതെന്ന് പറ. നീ ഇപ്പം ഈ കെട്ടിയൊരുങ്ങി അങ്ങോട്ട് എന്തിനാ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. അറിയാലോ? എന്നാൽ അതിന് തന്നെയാണ് ഞാൻ പോകുന്നു. സ്വന്തം മകളെ നഷ്ടപ്പെട്ട കാര്യം ശാരി ചേച്ചി അറിയണം. എടി ശ്യാമേ, നിന്റെ ചേച്ചി ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും അവിടെ. മോൾ അനിയത്തിമാരുടെ അടുത്ത് സുഖമായിട്ട് ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ അല്പമെങ്കിലും മനസമാധാനത്തോടെ ശാരിക അവിടെ കിടക്കുന്നത്. നീ ഇപ്പം ചെന്നാൽ മനസമാധാനം കളയണോ? ഇപ്പം തന്നെ നിനക്കാ ചെന്നാൽ വിവരം അങ്ങോട്ട് എന്ന് പറയണോ? പിന്നെ പറയാതെ കളക്ടറെ വലിയ വിശ്വാസമായിരുന്നല്ലോ എല്ലാവർക്കും. എന്നിട്ട് എന്തായി? അതാ പറയുന്ന, ഒരിക്കലും അവനവൻ്റെ നില മറന്ന് അഹങ്കരിക്കരുതെന്ന്. എടി ശ്യാമേ, നീ പറയുന്ന നിന്റെ സ്വന്തം കുഞ്ഞേച്ചിയെക്കുറിച്ചാണെന്ന് ഓർക്കണം. അതേ രോഹിത്തെ, അച്ഛൻ എന്നെ ധിക്കരിച്ചുകൊണ്ടേ കുഞ്ഞിനെ സുരക്ഷിതമാക്കാൻ കൊണ്ടുപോയതല്ലേ. അതുകൊണ്ട് അനുഭവിക്കണം, എല്ലാവരും അനുഭവിക്കണം. ശ്യാമയെ വേദനിപ്പിച്ചവരെല്ലാം ശ്യാമയുടെ മുന്നിൽ നിന്ന് വേദനിക്കുന്നത് എനിക്ക് കാണണം. നിങ്ങളും കരുതിയിരുന്നോ രോഹിത്തെ, എന്നെ കുറ്റപ്പെടുത്തുന്നതിനും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നതിനും? എന്ത് ദുരിതമാണോ നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് ഈശ്വരനറിയാം. അവിടെ നിൽക്കടി. ഡി, നിന്നെ എൻ്റെ ജീവിതത്തിൽ കൂട്ടിയത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമല്ലേടി. ഇനി എനിക്ക് എന്ത് വന്നാലെന്താ? എന്ത് വന്നാലും ഞാൻ തന്നെ അങ്ങ് അനുഭവിച്ചോളാം. ഈ സുനാമി നീന്തിക്കയറി വന്നവനെ എന്തോന്ന് പേടിക്കാനാടി? ഈ വേദാന്തം പറഞ്ഞ് നിങ്ങളിവിടെ നിന്നോ, ഞാൻ പോവുക. എടി, എന്നാ നീ ഇന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്നില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. നീ നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ലല്ലോ ചേച്ചിയെ കാണാൻ പോകുന്നത്. മോളെ കാണാനില്ലെന്നുള്ള കാര്യം പറയാനല്ലേ പോകുന്നത്? അതെ, നിനക്ക് ശാലിനിയുള്ള വൈരാഗ്യം കൊണ്ടല്ലേ. പോലീസ് എന്തായാലും മോളുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അവർ മോളെ കണ്ടുപിടിച്ച് ശാരികയുടെ അടുത്ത് എത്തിച്ചോളും. അതിനുവേണ്ടി നീ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോടി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സമയം ശാലിനിയുടെ വണ്ടി തൻ്റെ സത്യാമ്മയുടെ വീടിൻ്റെ മുറ്റത്തെത്തി. അവിടെ നടന്ന ഒരു സംഭവം അറിയാതെ പാവം ശാലിനി അങ്ങോട്ട് വരിക. സത്യാമ്മ തൻ്റെ ഒരു ഘട്ട മുഖവും വീർപ്പിച്ച് ദേഷ്യത്തോടെ വരുന്നുണ്ട്. സത്യാമ്മയുടെ മനസ്സിൽ സുസ്മിത പറഞ്ഞ കാര്യം ഓർമ്മ വരിക. സത്യാമ്മയുടെ മകൻ വിഷ്ണു മരിച്ചിട്ടും അത് നിങ്ങളെ ഒന്നും അറിയിക്കാതെ ഇത്രയും നാളും കൊണ്ടു നടന്ന ആ ശാലിനിയെ ഒരു തരത്തിലും നിങ്ങൾ അംഗീകരിക്കരുത്. എത്ര വിദഗ്ധമായിട്ടാണ് അവൾ വിഷ്ണുവിനെ കൊന്നത്. ശാലിനി പതിവ് പോലെ അകത്തോട്ട് കയറാനായിട്ട് പോകുമ്പോൾ സത്യാമ്മ സംഹാര രൂപിണി എന്ന ഭാവത്തിൽ ദേഷ്യത്തോടെ ശാലിനിയുടെ മുന്നിലോട്ട്, എവിടേക്കാ നീ? എന്താ സത്യാമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നീ ഇത് എവിടേക്കാ കയറിപ്പോകുന്നതെന്നാടി ഞാൻ ചോദിച്ചത്. ഞാൻ ഇവിടേക്കല്ലാതെ വേറെ എങ്ങോട്ടാ സത്യാമ്മ കയറിപ്പോകേണ്ടത്? എങ്കിൽ നീ ഇനി ഇവിടെ കയറണ്ട. എൻ്റെ മകന് വേണ്ടി ഉണ്ടാക്കിയ ഈ വീട്ടിൽ നീ ഇനി ഇവിടെ കയറണ്ട. സത്യാമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ സത്യാമ്മയുടെ മകൻ്റെ ഭാര്യയല്ലേ? ശാലിനി തണ്ട അത്രയും പറഞ്ഞതും സകല ദേഷ്യവും സങ്കടവും കൊണ്ട് സത്യാമ്മ ശാലിനിയുടെ ചെവിക്കുറ്റിക്കൊരു ഒറ്റടി. ശാലിനിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ് സത്യാമ്മ. നിനക്കെങ്ങനെ എന്നോട് പറയാൻ തോന്നി? എൻ്റെ മകൻ്റെ ഭാര്യയാണെന്ന് പോലും. ശാലിനി ശ്വാസം മുട്ടി ഇങ്ങനെ വലയുവാണ്. അയ്യോ സത്യാമ്മ, എന്നെ വിട്. നീ എൻ്റെ മകൻ്റെ ഭാര്യയാണോടി? എൻ്റെ മകൻ്റെ കൊലയാളിയല്ലേടി നീ? സത്യാമ്മയുടെ വായിൽ നിന്നത് കേട്ടതും ശാലിനി അങ്ങ് ഞെട്ടി വിറച്ച് കരയുക. അയ്യോ സത്യാമ്മ, നീ എന്തിനാടി എൻ്റെ മകനെ കൊന്നത്? എന്തിനാടി എൻ്റെ മകനെ കൊന്ന് വിറ്റ് നീ തിന്നത്? അയ്യോ സത്യാമ്മ, ഞാനല്ല. ഒരുപാട് ഇഷ്ടമല്ലായിരുന്നോടി എൻ്റെ മോന് നിന്നെ. എന്നിട്ട് നീ അവനെ കൊന്നുകളഞ്ഞില്ലേടി? ശാലിനി പൊട്ടി കരഞ്ഞോണ്ട് പറയാം. സത്യാമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് എന്നെ എന്ത് വേണേലും ശിക്ഷിച്ചോ. നീ ഒന്നും പറയണ്ടാടി എന്ന് പറഞ്ഞ സത്യാമ്മ ശാലിനിയെ പിടിച്ചൊരു ഒറ്റ തെള്ള്. സത്യാമ്മയുടെ കോപം അടങ്ങുന്നില്ല. എൻ്റെ വിഷ്ണുവിനെ കൊന്ന നീ ഇനി ഭൂമിയിൽ ജീവിക്കണ്ടാടി എന്നും പറഞ്ഞ് വീണ്ടും ശാലിനിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുക. ഇത് കണ്ടുകൊണ്ട് ഓടി വന്ന് പൊന്നി സത്യാമ്മയെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുവാണ്.
സത്യാമ്മ എന്തായി കാണിക്കുന്നേ പറഞ്ഞ് പൊന്നി പിടിച്ച് മാറ്റാൻ ശ്രമിക്കാൻ പൊന്നിയെ പിടിച്ച് എറിയുവാണ്. സത്യാമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ നീ ഇനി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടടി, എൻ്റെ മകനെ കൊന്ന് നീ ജീവിക്കരുതടി എന്നും പറഞ്ഞ് ഭ്രാന്തിയെ പോലെ ശാലിനിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുക. ശാലിനി കണ്ണു തള്ളി ഒന്ന് മിണ്ടാൻ പോലും വയ്യാതെ ഇങ്ങനെ ഇരിക്കുവാണ്. പറയടി ദുഷ്ടേ, എൻ്റെ മകൻ്റെ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയാണോടി നീ എൻ്റെ മോനെ കൊന്നത്? ശാലിനി ചങ്ക് പൊട്ടി 2 കൈവെടുത്ത് തൊഴുതുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ സത്യാമ്മേ, ഞാനല്ല. നിനക്ക് പണത്തിന് അത്രയ്ക്ക് ആർത്തിയായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കാൻ വയ്യായിരുന്നോടി, ഇതെല്ലാം ഞാൻ നിനക്ക് തരത്തില്ലായിരുന്നോടി. എൻ്റെ പൊന്നുമോൻ നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ അല്ലേടി നോക്കിയിരുന്നത്. സത്യാമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, സത്യാമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ആരാ വന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല സത്യാമ്മേ. പക്ഷേ ഈ പറയുന്നതൊന്നുമല്ല സത്യം. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ശാലിനി പറയുക, വിഷ്ണുവേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയി. 2 കൈയെടുത്ത് തൊഴുത് കരഞ്ഞുകൊണ്ട് ശാലിനി പറയുക, അതെൻ്റെ തെറ്റ് തന്നെയാണ്, ഞാൻ സത്യാമ്മയുടെ അടുത്ത് മറച്ചു വെച്ചത്. പക്ഷേ അതിൻ്റെതായ കാരണമുണ്ട് സത്യാമ്മ. അതേടി കാരണമുണ്ടടി, ആ 30 ലക്ഷം രൂപ നിനക്ക് അടിച്ചു മാറ്റണമായിരുന്നു അല്ലേ? എൻ്റെ പൊന്നുമോൻ വിഷ്ണുവിൻ്റെ ജീവൻ്റെ വില എന്നും പറഞ്ഞ സത്യാമ്മ വീണ്ടും ശാലിനിയുടെ ചെവിക്കുറ്റിക്ക് അടിക്കുവാണ്. എൻ്റെ മകനെ കൊന്നിട്ട് നിനക്ക് സുഖമായിട്ടിവിടെ വാഴനോടി എന്നും പറഞ്ഞ് ശാലിനിയുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ചു കൊണ്ടുവന്ന് അവിടെ തലയാ ഭിത്തിക്കിട്ട് ആഞ്ഞിട്ട് ഇടിക്കുവാണ് സത്യാമ്മ. ഇത് കണ്ടുകൊണ്ട് തൻ്റെ ശിവൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ശിവൻ നോക്കുമ്പോൾ ശാലിനിയുടെ തല ഇങ്ങനെ പിടിച്ച് സത്യാമ്മയെ കഥകിലിട്ട് ആഞ്ഞാഞ്ഞിടിക്കുവാണ്. അയ്യോ നലറി കരയുന്നുണ്ട് ശാലിനി. സത്യാമ്മയെ വിടെന്നും പറഞ്ഞ് പൊന്നി കയറി പിടിക്കുമ്പോൾ പൊന്നിയെ എടുത്ത് എറിയുവാണ് സത്യാമ്മ. പ്രാന്തിയായി സത്യാമ്മ. ശിവൻ അത് കണ്ടോണ്ട് ഓടി ചെന്നിട്ട് ശാലിനിയുടെ തലയിടിക്കുന്നിടത്തോട്ട് കൈവച്ചിട്ട് സത്യാമ്മയെ വിടെന്ന് പറയുമ്പോൾ നീ ആരടാന്നും പറഞ്ഞ് ശിവനെ പിടിച്ചൊരു ഒറ്റയേറ്. ഇവളിനി ഭൂമിയിൽ ജീവിക്കണ്ട, ഇവളെൻ്റെ മോൻ്റെ ജീവൻ എടുത്തവളാ, ഇവൾ ഇനി ജീവിക്കണ്ടെന്നും പറഞ്ഞ് വീണ്ടും സത്യാമ്മ ശാലിനിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഓടിക്കുവാണ്. അത് കണ്ടിട്ട് ശിവന് സഹിക്കുന്നില്ല. സത്യാമ്മയെ വിടെന്ന് ശിവൻ പറയുന്നെങ്കിലും സത്യാമ്മ കേൾക്കുന്നില്ല. ശിവൻ സത്യാമ്മ ഇങ്ങനെ പിടിച്ച് വലിച്ചു മാറ്റി നിർത്തുന്നുണ്ട്. നീ എന്നെ വിടറ, ഇവിടെ ചോര ഈ ഭൂമിയിൽ വീണാലേ എൻ്റെ മോൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടൂ എന്നും പറഞ്ഞ് പ്രാന്തിയെ പോലെ അലറുവാണ്. സത്യാമ്മ എന്തായി കാണിക്കുന്നത്? ഇവളെൻ്റെ മകനെ കൊന്നവളാടാ, കൊന്ന കൊലയാളിയാടാ ഇവള്. സത്യാമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശാലിനി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. എന്ത് കാരണമാടാ എന്നും പറഞ്ഞ് ശിവനെ പിടിച്ച് അലക്കിയിട്ട് എൻ്റെ മോനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ഇവൾക്ക് എന്ത് കാരണമാടാ ഉള്ളത്? എടാ നിനക്കറിയാവോ, 30 ലക്ഷം രൂപയ്ക്കാടാ ഇവൾ എൻ്റെ മകനെ കുരുതി കൊടുത്തത്. ഇവളെ എനിക്ക് കൊല്ലണം, ഇവളിനി ഭൂമിക്ക് മേലെ ജീവിക്കരുത് എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ആ പ്രാന്തി തള്ള ആ ശാലിനിയുടെ കഴുത്ത് പിടിച്ച് വീണ്ടും ഞെരിക്കുക. ശിവൻ പിടിച്ചു മാറ്റുന്നെങ്കിലും ഒരു രക്ഷയില്ല. സത്യമേ ഒന്നടങ്ങ്, അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നിട്ടാട്ടെ എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. നീ ഇനി ഈ വീട്ടിൽ ജീവിക്കേണ്ടാടിയും പറഞ്ഞ് ശാലിനി എടുത്തൊരൊറ്റേറ്. ശാലിനി തലയടിച്ചട വീഴുന്നുണ്ട്. സത്യയും പപ്പിയും അകത്തുനിന്ന് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. അയ്യോ അമ്മേ എന്താണെന്ന് ചോദിച്ചു. അയ്യോ സത്യാമ്മേ, ഞങ്ങളുടെ അമ്മയൊന്നും ചെയ്യല്ലേ. പെട്ടെന്ന് 2 പിള്ളേരെ ഇങ്ങോട്ട് വലിച്ചു മാറ്റി. ഇതെൻ്റെ വിഷ്ണുവിൻ്റെ മക്കളാ, എൻ്റെ വിഷ്ണുവിൻ്റെ ചോര. നീ കുഞ്ഞുങ്ങളുടെ അച്ഛനെ കൊന്നിട്ട് അവരോട് കള്ളസ്നേഹം നടിച്ച് ജീവിക്കണ്ടാടി. ഇനി എൻ്റെ വിഷ്ണുവിൻ്റെ മക്കളെ നിനക്ക് തൊടാൻ പോലുള്ള അവകാശമില്ല. എടി പൊന്നി, കുഞ്ഞുങ്ങളെ അകത്ത് കൊണ്ടുപോടി. കൊച്ചുങ്ങൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പൊന്നി കുഞ്ഞുങ്ങളെ അകത്തോട്ട് കൊണ്ടുപോവുക. പൊന്നി കൊച്ചുങ്ങളെ അകത്തോട്ട് കൊണ്ടുപോയതിനും പെട്ടെന്ന് സത്യാമ്മ വെളിയിൽ നിന്ന കതവ് അങ്ങടച്ച്. കൊച്ചുങ്ങൾ കിടന്ന് അലറിക്കരയാ. അയ്യോ സത്യാമ്മേ, ഞങ്ങളുടെ അമ്മയെ ഒന്നും ചെയ്യല്ലേ, കതവ് തുറക്ക് സത്യാമ്മയെന്ന് പറഞ്ഞ് വിളിച്ച് കൂവാണ്. പൊന്നിയാൻറ്റി, സത്യാമ്മ എന്തിനാ ഞങ്ങളുടെ അമ്മയെ തല്ലുന്നത്? വാടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് ശാലിനിയെ കൈക്ക് പിടിച്ച് സത്യാമ്മ പുറത്തോട്ട് കൊണ്ടുപോവുക. പൊന്നിയാൻറ്റി, ഞങ്ങളുടെ അമ്മ എന്തിനാ കരയുന്നത്? എന്തിനാ സത്യാമ്മ അടിക്കുന്നത്? എനിക്കറിയില്ല മക്കളെ, പൊന്നിയാൻറ്റിക്ക് ഒന്നും അറിയില്ല. ശാലിനിയെ പിടിച്ച് വലിച്ചോണ്ട് വന്ന് മുറ്റത്തോട്ട് ഒറ്റയേറ്. ശാലിനി അവിടെ അങ്ങ് വീഴുവാണ്. നീ നശിക്കുവടി, നീ പുഴുത്ത് നശിക്കുവടി, നീ നരകിച്ച് ചാകുവടി എന്നൊക്കെ സത്യാമ്മ പറയുക. നിന്റെ ഇത്ര ദുഷ്ട മനസ്സാണെന്ന് എൻ്റെ പാവം വിഷ്ണുമോൻ അറിഞ്ഞില്ല. അവസാനമായി എൻ്റെ പൊന്നുമോൻ്റെ മുഖം പോലും നീ എന്നെ ഒന്ന് കാണിച്ചില്ലല്ലോടി. ഇത്രയും ദുഷ്ടയാകാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞടി? സത്യമേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പ്രാഗി കൊല്ലുവടി നിന്നെ ഞാൻ. നീ എത്ര ജന്മം ജനിച്ച് മരിച്ചാലും ഈ അമ്മയുടെ ശാപം നിന്നെ വിട്ട് പോവില്ലടി. നീ എത്ര പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചാലും നീ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. സത്യമേ, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് സത്യമേ. ശാലിനി പറയുന്നതൊന്നും സത്യാമ്മയ്ക്ക് കേൾക്കണ്ട. ഇറങ്ങി പൊക്കോടി ഇവിടുന്ന്. ഇനി ഈ വാതിലിൻ്റെ മുന്നിലെങ്ങാനും നീ വന്ന് നിന്നാൽ നിനക്ക് വേണ്ടി ഈ വാതിൽ ഞാൻ തുറക്കില്ലടി. അങ്ങനെ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഈ സത്യഭാമ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല.
എന്നാലും എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞല്ലോടി, നീ നശിച്ചു പോവോടി, നീ നശിച്ചു പോവും എന്നും പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് സത്യാമ്മ അകത്തോട്ട് ഓടിപ്പോവുക. സത്യാമ്മയെ വാതിൽ തുറക്ക്, വാതിൽ തുറക്കെന്ന് പറഞ്ഞ കുട്ടികൾക്കറിയാം. സത്യാമ്മ വന്ന് വാതിൽ അങ്ങോട്ട് തുറന്നിട്ട് അകത്തോട്ട് കയറി കുറ്റി അങ്ങിട്ട്, എന്നിട്ട് 2 കൊച്ചുമക്കളെയും ചേർത്ത് കെട്ടിപ്പിടിച്ച് കരയുക. എന്തിനാ സത്യാമ്മ ഞങ്ങളുടെ അമ്മയെ തല്ലിയത്? സത്യാമ്മ എന്തിനാ കരയുന്നതെന്ന് പറ. ശാലിനിയാണ് ഞാൻ മുറ്റത്തിരുന്ന് ഇങ്ങനെ തലയ്ക്ക് കൈയടിച്ച് കരയുക. ഒന്നും പറയാനാകാതെ ശിവനും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഈ സമയത്ത് ശാരികയ്ക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ തീരെ സുഖമില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. സിസ്റ്റേഴ്സൊക്കെ ഓടി വരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞ സിസ്റ്റർ ഓടുന്നുണ്ട്. ഡോക്ടറെ, ശാരികയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞ സിസ്റ്റർ എന്ന് പറഞ്ഞ് ഡോക്ടർ ഓടി വരുന്നുണ്ട്. ഡോക്ടർ പ്രഷർ ചെക്ക് ചെയ്യുന്നു, എന്തൊക്കെയോ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശാരികയുടെ ബൈസ്റ്റാൻഡറെ വിളിക്ക്, ശാരിക എത്രയും പെട്ടെന്ന് ICUലോട്ട് മാറ്റണം. ശാലിനി ആ വരാന്തയിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ശിവനാണെങ്കിൽ ആ ജീപ്പിൽ ഇരുന്നുകൊണ്ട് ശാലിനിയെ തന്നെ നോക്കി സങ്കടപ്പെടുന്നുണ്ട്. സത്യാമ്മ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവൾ എന്തിനാടാ എൻ്റെ കുഞ്ഞിനെ കൊന്നത്? ശിവൻ ശാലിനിയുടെ അടുത്തോട്ട് വന്ന് പറയാം, സത്യാമ്മയുടെ തീരുമാനം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് ശാലിനിയാണ്. എനിക്കറിയില്ല ശിവ, സത്യാമ്മ ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന്. സാവകാശം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ ഇത്ര വേഗം ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ശിവൻ ചോദിക്കുക, സഹിക്കാൻ പറ്റുന്നതാണോ? സ്വന്തം മകൻ മരിച്ചിട്ട് അറിയിച്ചില്ല. അത് തന്നെയാണ് ശാലിനി സത്യാമ്മയെ ഏറെ വേദനിപ്പിച്ചിരിക്കുന്നത്. അതിന് ശിവ, എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഞാനും അറിഞ്ഞത്. ഒരാളെ അറിയിക്കരുതെന്ന് വിഷ്ണുവേട്ടൻ തന്നെയാണ് രേഷ്മയെ പറഞ്ഞ് വിലക്കിയിരുന്നത്. പക്ഷെ അതൊന്നും സത്യാമ്മയ്ക്ക് അറിയില്ലല്ലോ ശാലിനി. സത്യാമ്മയുടെ മനസ്സിൽ മകൻ്റെ മരണം മറച്ചു വെച്ച് 30 ലക്ഷം രൂപ തട്ടിയെടുത്ത പെരുങ്കള്ളിയുടെ സ്ഥാനമാണ്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, ആരെയും സങ്കടപ്പെടുത്തരുതെന്നും പറഞ്ഞ് എല്ലാം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് കണ്ണുനീരൊഴുക്കുക. ഇതിനും മാത്രം കരയാൻ പോയാലേ തനിക്കിനി കണ്ണുനീരുണ്ടാവില്ലടോ. സത്യാമ്മ ഇതൊന്നും കാണുകയില്ല. നന്മയ്ക്ക് വേണ്ടി ചെയ്തതെല്ലാം എനിക്ക് തിന്മയാകുകയാണല്ലോ. എനിക്കിതൊന്നും ഇന്നോ ഇന്നലെയോ കിട്ടിയ അനുഭവമല്ല. ആരെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ടോ അവരിൽ നിന്നൊക്കെ എനിക്ക് അനുഭവം കിട്ടിയിട്ടുമുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ നിസ്സഹായാവസ്ഥ സത്യാമ്മയെ അറിയിക്കണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ല. അതിന് ശാലിനി തന്നെ അറിയാനുള്ള ശ്രമമെങ്കിലും സത്യാമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? നമുക്ക് കാത്തിരിക്കാം ശിവ. ഒരിക്കൽ സത്യാമ്മ കൊട്ടിയടച്ച വാതിൽ തുറക്കണമെങ്കിൽ സത്യാമ്മ സത്യം മനസ്സിലാക്കുക തന്നെ വേണം. എന്നോടുള്ള വെറുപ്പില്ലാതാകണമെങ്കിൽ അത് മാത്രമാണ് ഏക പോംവഴി. പൊന്നി ആരും കാണാതെ ഓടി വന്ന് ശാലിനിയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് സങ്കടപ്പെടാനേ എനിക്ക് പറ്റൂ. ഇവിടെ നടന്ന ഈ കാരണങ്ങൾക്കെല്ലാം കാര്യം ആ സുസ്മിതയാണ്. സുസ്മിതയോ? അതേ കുഞ്ഞെ, ഒരു ഇൻഷുറൻസ് ഏജൻറ്റുമായിട്ട് അവരിവിടെ വന്നായിരുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും സുസ്മിതയാണ് സത്യാമ്മയോട് പറഞ്ഞത്. അപ്പോൾ അവൾ എൻ്റെ പിന്നാലെ നടന്ന് എല്ലാം അന്വേഷിക്കുന്നുണ്ടില്ലേ? എൻ്റെ നാശം കണ്ടിട്ടേ ഇവൾ അടങ്ങും. എന്താ ശാലിനിയോട് ഇവക്ക് ഇത്ര പക? ശിവൻ ചോദിക്കുക. ശാലിനിയുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻനിരയിൽ തന്നെയാണല്ലോ ഈ സുസ്മിത. സ്നേഹപ്പക. അവൾ ആഗ്രഹിച്ച ജീവിതം ഞാനായിട്ട് തകർത്തുവെന്ന് അവൾ പറയുന്നത്. അവളുടെ ആ പക എൻ്റെ മരണത്തോടെ അവൾ അവസാനിപ്പിക്കൂ. ശാലിനി കുഞ്ഞെ, അവൾ ഇനിയും വരുമെന്നും പറഞ്ഞിട്ടാണ് പോയത്. ഇനി എന്തിനുള്ള വരവാണോ ആവോ? അതിനിവിടെ ഉള്ളവരെല്ലാം കൂട്ടത്തോടെ ദഹിപ്പിക്കാനായിരിക്കും അവൾ വരുന്നത്. അപ്പോൾ ശാലിനിയുടെ ഫോണിലോട്ട് ശാരികയുടെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ശാരികയുടെ സ്ഥിതി അല്പം കോംപ്ലിക്കേറ്റഡാ, ഇങ്ങോട്ട് എളുപ്പമൊന്ന് വരാൻ പറ്റുമോ? അയ്യോ ശിവ, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. ശാരിയച്ചിക്ക് സീരിയസ് ആണെന്ന്. പൊന്നി, എൻ്റെ സത്യയും പപ്യമോളെ നോക്കിക്കോണേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി ശിവനോടൊപ്പം ഹോസ്പിറ്റലിലോട്ട് പോവുക. സത്യയും പപ്പയും വാൾക്കണി നിന്നുകൊണ്ട് ശാലിനിയെ കണ്ടിട്ട്, അമ്മ പോവുകയാണോ? ഞങ്ങളും വരുന്നുണ്ട്, ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുമോ അമ്മേ? ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. സത്യാമ്മയുടെ വാതിലൊന്ന് തുറക്കാൻ പറയാമേ. മക്കളെ, അമ്മ വന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ വിഷമിക്കല്ലേ, അമ്മ ഉടനെ വരാം എന്നും പറഞ്ഞ് ശാലിനി പോകുന്നുണ്ട്. പൊന്നിയാൻറ്റി, ഞങ്ങളുടെ അമ്മ എവിടെ പോയതാ? അത് ശാരി ആൻറ്റിയുടെ അടുത്തോട്ട് പോയതാ. വേഗം വരുമോ? വരും മക്കളെ. സത്യമോള് പറയാം, പപ്പി അമ്മ ഇങ്ങോട്ട് വരുമ്പോൾ വേഗം നമുക്കും പോകണം കേട്ടോ. ശരി സത്യേ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു തെറ്റും ചെയ്യാതെ പാവം ശാലിനി എങ്ങനെയൊക്കെ ശിക്ഷ അനുഭവിക്കുന്നു. ശാലിനി പറയുന്നുവെന്ന് കേൾക്കാൻ പോലും ആ സത്യമ്മ തയ്യാറായില്ലല്ലോ. ഇനി എങ്ങനെയാണ് ഈ സത്യമ്മ ഈ സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നത്? അതിനി രേഷ്മ വരണോ? രേഷ്മ സത്യമ്മയെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുമോ? അതിന് മുമ്പ് തന്നെ ആ സുസ്മിത വന്ന് വീണ്ടും ഓരോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ശാലിനിയെ നിത്യശത്രുവാക്കി മാറ്റുമോ എന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.